നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞാടുകയാണ് എം എ ഷഹനാസ്. എല്ലാറ്റിനുമൊടുവിൽ ഇക്കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പരാതിയും നൽകി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തനിക്ക് നേരെ മോശം പെരുമാറ്റം നടത്തിയതിനെതിരെ വിമർശനങ്ങൾ പറഞ്ഞു എന്ന പേരിൽ തനിക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണങ്ങൾ നടക്കുന്നു എന്നാണ് എം എ ഷഹനാസ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞത്. MLAയുടെ മോശം പെരുമാറ്റം തുറന്നു പറഞ്ഞതിൻ്റെ പേരിലാണ് തനിക്കെതിരെ ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും അനുയായി നിബു വർഗീസാണ് സമൂഹ മാധ്യമങ്ങളിൽ തന്നെ അപകീർത്തിപ്പെടുത്തുന്നത് എന്ന് എം എ ഷഹനാസ് പരാതിയിൽ പറഞ്ഞു. നേരത്തെ ഷാഫി പറമ്പിലിനൊപ്പം നിൽക്കുന്ന ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു എം എ ഷഹനാസ്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ മോശമായ ചിത്രങ്ങളും മറ്റും പ്രചരിപ്പിക്കുന്നു എന്നാണ് പരാതിയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ നിബു വർഗീസിനെതിരെയാണോ നിയാസ് മലബാറിക്കെതിരെയാണോ എം എ ഷഹനാസ് പരാതി കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ശ്രീനാദേവി കുഞ്ഞമ്മ. എം എ ഷഹനാസിനെ എടുത്തൊടുക്കുന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് ശ്രീനാദേവി കുഞ്ഞമ്മ പങ്കുവച്ചത്. ആ കുറിപ്പിങ്ങനെ: മാധ്യമങ്ങളിൽ നിന്നും പത്രവാർത്തകളിൽ നിന്നും ഷഹനാസ് എം എ എന്ന പേരിലുള്ള ഒരു എഴുത്തുകാരി പലതരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അപമാനിക്കുന്ന രീതിയിലും VR സുധീഷ് എന്ന കഥാകൃത്തിനെതിരെ വ്യാജ മീറ്റു ആരോപണം നടത്തി അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന രീതിയിലും സംസാരിക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. സോഷ്യൽ മീഡിയയിൽ ശ്രീ നിയാസ് മലബാറി എന്ന വ്യക്തി എഴുതുന്ന ചില കുറിപ്പുകൾ പലതവണയായി കാണുവാനും ഇടയായി. ഷഹനാസ് എന്നവർക്കെതിരെ സാഹിത്യകാരൻ VR സുധീഷ് നൽകിയ മാനനഷ്ട കേസിൽ ഇവർ പലതവണയും കോടതിയിൽ ഹാജരാകാതെ ഇവർക്കെതിരെ കോടതി ജാമ്യമില്ല അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതായി അറിഞ്ഞു. അപ്പോഴാണ് ഞാനൊരു വാർത്ത ശ്രദ്ധിച്ചത്. നിബു വർഗീസ് എന്ന ഒരു വ്യക്തിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അപമാനിച്ചു എന്ന രീതിയിൽ ഇവർ ഒരു പരാതി കൊടുത്തിരിക്കുന്നു. പക്ഷെ വിസ്മയം എന്തെന്നാൽ ഇവർ പരാതി കൊടുത്തത് സോഷ്യൽ മീഡിയയിൽ ഇവരെപ്പറ്റി സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന നിയാസ് മലബാറിക്കെതിരെയല്ല. സ്വാഭാവികമായും നമുക്ക് ഉറപ്പിക്കാം, നിയാസ് മലബാറി പറഞ്ഞ കാര്യങ്ങൾ ഖണ്ഡിക്കാനുള്ള വാദങ്ങളും ഇവരുടെ കയ്യിലില്ല. അതുകൊണ്ടാണ് ഇവർ ആ വ്യക്തിയെ അറ്റാക്ക് ചെയ്യാതെ ഇവർക്കെതിരെ എന്തോ കുറിപ്പുകൾ എഴുതിയ നിബു വർഗീസിനെതിരെ പരാതി കൊടുത്തത്. നിയാസ് മലബാറി IAS ലഭിച്ചു എന്ന് നിങ്ങൾ നുണ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവർ മെഹന്തി ഇടുന്ന പടം ഇടുന്നു. നിങ്ങൾക്ക് 2 ID കാർഡില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവർ ബീച്ചിലിരുന്ന് കുമളവിടുന്ന പടമിടുന്നു. പബ്ലിക്കേഷൻ സ്ഥാപനം നടത്തുന്ന നിങ്ങൾക്ക് 2 അക്കൗണ്ട് ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവർ മഞ്ചേരിയിലുള്ളൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഇടുന്നു. അതല്ലാതെ ആ വ്യക്തി ചോദിച്ച ഒരു ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി ഒരിക്കലും ഇവർ പറഞ്ഞിട്ടില്ല. അവരുടെ വിവാഹപൂർവ്വ ബന്ധങ്ങൾ അവരുടെ സ്വാതന്ത്ര്യമാണ് എന്നവർക്ക് കാഴ്ചപ്പാടുണ്ടാകാം എന്നതുകൊണ്ട് ആ വിഷയത്തിൽ എനിക്ക് അഭിപ്രായം പറയാൻ സാധിക്കില്ല. പക്ഷേ സാമൂഹിക മാധ്യമങ്ങളിൽ നടക്കുന്ന ഈ ആരോപണ പ്രത്യാരോപണങ്ങളിൽ 22 ദിവസം ആയിട്ടും ആരോപണ വിധേയ ശ്രീമതി എം എ ഷഹനാസ് സത്യമെന്തെന്ന് പറഞ്ഞു കണ്ടില്ല. IAS നേടിയെന്ന് വ്യാജമായി പറയുകയും അതിൻ്റെ പേരിൽ സ്വീകരണവും മറ്റു കാര്യങ്ങളും നേടുകയും ചെയ്യുന്നത് വളരെ ഗുരുതരമായ കുറ്റമാണ്. IAS ആണെന്ന് പറഞ്ഞവർ നാട്ടിലും വിദേശത്തും എന്തൊക്കെ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്ന് അന്വേഷിക്കണം. അതിനാൽ നിജസ്ഥിതി അന്വേഷിച്ച് കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും UPSC ചെയർമാനും കേന്ദ്ര മന്ത്രാലയത്തിനും കേന്ദ്രമന്ത്രിമാരായ ശ്രീ സുരേഷ് ഗോപിക്കും ശ്രീ ജോർജ് കുര്യനും കേരള ഗവർണർക്കും കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിക്കും ഇന്ന് ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. 2014 റിസൾട്ട് പരിശോധിച്ച് ഔദ്യോഗികമായി സ്ഥിരീകരിക്കണം എന്നാവശ്യപ്പെട്ട് UPSCയെയും സമീപിച്ചു. സിവിൽ സർവീസ് പഠനത്തിനായി വർഷങ്ങൾ ബലി കൊടുത്ത ഒട്ടേറെ ഉദ്യോഗാർത്ഥികൾ കേരളത്തിലുണ്ട്. പക്ഷേ പഠിച്ച കോളേജിൽ നുണ പറഞ്ഞ് സ്വീകരണം വാങ്ങാൻ അസാമാന്യരായ നുണയർക്ക് മാത്രമേ സാധിക്കൂ. ചരിത്രത്തിലെ കരുത്തുറ്റ അന്തസ്സുള്ള സ്ത്രീകളുടെ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആ തണലിൽ നിന്നുകൊണ്ട് സൗകര്യപൂർവ്വം ആദർശത്തെക്കുറിച്ചും ഫെമിനിസത്തെക്കുറിച്ചും പുലമ്പുന്ന ചില സ്ത്രീകൾ ഇന്ന് വലിയ സ്ത്രീപക്ഷവാദികളായി സ്വയം പ്രഖ്യാപിക്കുന്ന കാഴ്ച രാഷ്ട്രീയ കേരളത്തിൽ സർവ്വസാധാരണമായി മാറുന്നു. ഒരുപാട് അന്തസ്സുള്ള സ്ത്രീകളും പുരുഷന്മാരും നഷ്ടപ്പെടലുകളിലൂടെ സൃഷ്ടിച്ചെടുത്ത ആത്മത്യാഗത്തിൻ്റെ ചരിത്രമാണ് നമ്മുടെ സ്ത്രീ മുന്നേറ്റത്തിനുള്ളത്. അതിൻ്റെ ഇന്നലകളിൽ നുണകളില്ല. ഇന്നുകളിലും നാളുകളിലേക്കും സ്ത്രീ സമൂഹത്തിന് അഭിമാനത്തോടെ നടന്നു നീങ്ങാൻ സാധിക്കുന്ന സത്യത്തിൻ്റെ വെളിച്ചം കൂട്ടിനുണ്ട്. അല്ലാത്തതെന്തിനും നീർക്കുമിളകളുടെ അല്പജൽപ്പനം മാത്രമാണ് സ്വന്തം. ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പോസ്റ്റിന് കീഴിൽ ഏകദേശം 2250ഓളം കമൻറ്റുകൾ. കോൺഗ്രസിലെ വനിതാ നേതാക്കൾ കണ്ടുപിടിക്കേണ്ടതും മാതൃകയാക്കേണ്ടതുമായ ഒരു വനിതാ നേതാവാണ് ശ്രീനാദേവി എന്ന് ചിലർ ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ എം എ ഷഹനാസിനെ കുറിച്ചുള്ള കമൻറ്റുകൾ അത് വായിക്കാൻ കഴിയില്ല, അത്ര രൂക്ഷമാണ്. ഷഹനാസ് എയറിലല്ല, പൂർണ്ണമായും ആകാശത്തുടക്കി കിടക്കുന്നു. ഒരു മറുപടി പോലും പറയാൻ കഴിയാതെ നിയാസ് മലബാറി ഉയർത്തിയ ആരോപണങ്ങൾക്കെതിരെ എന്തുകൊണ്ട് ഷഹനാസ് മറുപടി പറയുന്നില്ല? എങ്ങുമെങ്ങും തൊടാതെ ഇന്നൊരു ഫേസ്ബുക്ക് കുറിപ്പ് തട്ടിയിട്ടുണ്ട്. തനിക്ക് ജാമ്യമില്ലാ വാറണ്ട് ഒരു കോടതിയും പുറപ്പെടുവിച്ചില്ല എന്നൊക്കെയാണ് ഇന്നത്തെ ഫേസ്ബുക്കിൽ എം എ ഷഹനാസ് പറയുന്നത്.
വി.ആർ. സുധീഷിനെതിരെ ഷഹനാസ് നൽകിയ പരാതി ഇന്നും ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നുണ്ട് എന്നവർ പറയുന്നു. അപ്പോൾ നമ്മുടെ സ്മിത ശൈലേഷ് ഉയർത്തിയ ആരോപണങ്ങളോ? എന്തായാലും വി.ആർ. സുധീഷിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച എം.എ. ഷഹനാസിനെതിരെ അപകീർത്തി മാനനഷ്ട പരാതി കൊടുത്തിരുന്നു വി.ആർ. സുധീഷ് എന്ന് വ്യക്തം. അതിനൊന്നും മറുപടി കൊടുക്കാതെ ഒളിച്ചോടിയതിൻ്റെ പേരിലാണ് ഇപ്പോൾ കോടതി അടക്കം എം.എ. ഷഹനാസിനെ ശകാരിക്കുന്നത്. ഒരു കോടതിയും ഒരു വാറണ്ടും പുറപ്പെടുവിച്ചില്ല എന്ന് പറയുമ്പോൾ എന്തിനാണ് പെട്ടെന്ന് എം.എ. ഷഹനാസ് കോടതിയിലേക്ക് ഓടിക്കയറിയത്? ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച കോഴിക്കോട് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഷഹനാസ് ഹാജരായി എന്നത് നമ്മൾ വാർത്തകളിലൂടെ കേട്ടതാണ്. ആ വാർത്തയും സത്യമല്ല എന്ന് എന്തുകൊണ്ട് ഷഹനാസ് പറയുന്നില്ല? വെറുതെ അങ്ങ് കോടതിയിലേക്ക് ഓടിക്കയറി ചെല്ലുമോ? പ്രത്യേകിച്ച് തനിക്കെതിരെ കേസുള്ള വിവരം അറിയില്ല, നോട്ടീസൊന്നും ലഭിച്ചില്ല എന്നൊക്കെ തട്ടിവിടുമ്പോൾ. എന്തായാലും എല്ലാത്തിനുമുള്ള മറുപടി ശ്രീനാദേവി അങ്ങ് പച്ചയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.